Hi, this is Ruth from Teju's Academy and welcome back to another video. Today we are going to discuss on types of clinical trials. In the last video, we types of clinical trial discussed like randomized control trial, non-randomized control trial and placebo control trial. I hope our video നിങ്ങൾക്ക് ഈ മൂന്ന് type of clinical trialsനെ കുറിച്ച് കുറച്ച് clarity കിട്ടിയിട്ടുണ്ട്. So in today's video also we are going to discuss some commonly seen types of clinical trial in OET reading part C. So let's move on to the video. So let's start with our very first trial that we usually say is double-blind clinical trial. Double-blind clinical trial എന്താണ്? നമുക്ക് ആദ്യം വായിക്കാം. A type of clinical trial in which neither the participant nor the researchers knows which treatment or intervention participants are receiving until the clinical trial is over. ഈ ഡബിൾ ബ്ലൈൻഡ് ക്ലിനിക്കൽ ട്രയൽ പേരിൽ തന്നെ ഉണ്ട് ഡബിൾ ബ്ലൈൻഡ്, രണ്ടുപേർക്കും അറിയത്തില്ല. സോ ഈ ഒരു ട്രയലിനകത്ത് participants and the researcher or the investigator both are not aware of what treatment the participant is getting. Clinical trial കഴിയുന്നവരെ പാർട്ടിസിപ്പൻസിനും റിസർച്ചേഴ്സിനും എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് പാർട്ടിസിപ്പൻ്റ് എടുത്തിരിക്കുന്നത് എന്ന് അറിയത്തില്ല. സോ ദാറ്റ് ഈസ് വാട്ട് ഡബിൾ ബ്ലൈൻഡ് ക്ലിനിക്കൽ ട്രയൽ ഈസ്. This makes results of the study less likely to be biased. ഈ ഒരു ട്രയൽ അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ട്രയൽ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ പാർഷ്യാലിറ്റി അല്ലെങ്കിൽ ബയസ് വരാതിരിക്കാനാണ് രണ്ടുപേർക്കും ട്രീറ്റ്മെൻറ്റ് ഏതാണെന്ന് അറിയാതിരിക്കുന്നത്. Because patients don't know what they are getting, their belief about what will happen does not taint the result. Because പാർട്ടിസിപ്പൻറ്റിന് അറിയത്തില്ല പാർട്ടിസിപ്പൻറ്റ് എന്ത് കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. സോ അവരുടെ ആ ഒരു വിശ്വാസം ആ ഒരു റിസൾട്ടിന് ഒരു രീതിയിലും ബാധിക്കാൻ പോകുന്നില്ല. Because the researchers don't know either, they can't hint to patient about what they are getting. ഇനി ഇവിടെ റിസർച്ചേഴ്സിനും അറിയത്തില്ല എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് പേഷ്യൻറ്റിന് കിട്ടുന്നത്. സോ റിസർച്ചേഴ്സിനും ഒരു കൈൻഡ് ഓഫ് ഹെൽപ്പ് അല്ലെങ്കിൽ ഹിൻറ്റ് പേഷ്യൻസിന് കൊടുക്കാൻ അവിടെ പറ്റത്തില്ല. സോ ആ കൈൻഡ് ഓഫ് ക്ലിനിക്കൽ ട്രയലിൽ ബയസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഓൾ അബൌട്ട് ഡബിൾ ബ്ലൈൻഡ് ക്ലിനിക്കൽ ട്രയൽ. നമുക്ക് ഡബിൾ ബ്ലൈൻഡ് ക്ലിനിക്കൽ ട്രയലിനെ കുറിച്ച് ഇച്ചിരി കൂടി ക്ലാരിറ്റി കിട്ടാൻ നമുക്കൊരു ഈ ഒരു പിക്ചർ നമുക്ക് ഇച്ചിരി കൂടി ക്ലാരിറ്റി കിട്ടും. ലൈക്ക് ഡബിൾ ബ്ലൈൻഡ് ക്ലിനിക്കൽ ട്രയലിൽ what am I on doctor? I have no idea. So both of them are not aware of what the treatment the patient is getting. So now let's move on to our second type, that is blind trial. Blind trial is a type of clinical trial where the participants are not aware of the treatment they are getting. ഈ ബ്ലൈൻഡ് ട്രയലിൽ പാർട്ടിസിപ്പൻസിന് മാത്രമേ അറിയത്തില്ലാത്തേ ഉള്ളൂ വാട്ട് കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ദേ ആർ ഗെറ്റിംഗ്. ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ റിസർച്ചേഴ്സിനെ അറിയാം പേഷ്യൻ്റ് എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് എടുക്കുന്നത്. ബ്ലൈൻഡിങ് ബെറ്റർ റെഫർ ടു ആസ് അലോക്കേഷൻ കൺസീൽമെൻറ്റ് will be discussed in a future statistic note. In control trials, the term blinding and usually refers to keeping study participants unaware of the assigned treatment. ഇവിടെ സ്റ്റഡി പാർട്ടിസിപ്പൻസിന് എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് കിട്ടുന്നത് അതിനെക്കുറിച്ച് പേഷ്യൻ്റ് നമ്മൾ അൺഅവെയർ ആക്കി വെക്കും. സോ ദാറ്റ് ദേ ഷുഡ് നോട്ട് ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദാറ്റ് നോളജ്. ഒരു രീതിയിലും പേഷ്യൻ്റ് ആ ഒരു ട്രയലിനെ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കാനാണ് നമ്മൾ പാർട്ടിസിപ്പൻസിനെ അവരെടുക്കുന്ന ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അൺഅവെയർ ആക്കി വെക്കുന്നത്. ഹിയർ റിസർച്ചേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്ററിന് അറിയാം, ബട്ട് പാർട്ടിസിപ്പൻസിന് അറിയത്തില്ല. സോ ദാറ്റ് ഈസ് വാട്ട് അബൌട്ട് ബ്ലൈൻഡ് ക്ലിനിക്കൽ ട്രയൽ. You can see here as well. Patient is asking, what am I on doctor? The doctor is saying, I know, but you don't. So I hope you picture in the clear aayittundu what blind trial is. Now let's move on to our third one, open label trial. Vaaki thanne undu open label trial nu parnja open aayittu paranju kodukkunna trial. Okay? Let's see. An open label trial or open trial is a type of trial in which information is not withheld from trial participants. കണ്ടോ, ഇവിടെ ട്രയൽ പാർട്ടിസിപ്പൻസും ഇൻവെസ്റ്റിഗേറ്റർ രണ്ടുപേർക്കും അറിയാം ദാറ്റ് വാട്ട് കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ദ പാർട്ടിസിപ്പൻറ്റ് ഈസ് ഗെറ്റിംഗ്. പാർട്ടിസിപ്പൻസിനോട് നമ്മൾ ഒരു രീതിയിലും ഇൻഫർമേഷൻ വിത്ത്ഹെൽഡ് ചെയ്ത് വെക്കുന്നില്ല. ഇൻ പർട്ടിക്കുലർ ബോത്ത് ദ റിസർച്ചേഴ്സ് ആൻഡ് പാർട്ടിസിപ്പൻസ് നോ which treatment is being administered. രണ്ടുപേർക്കും അറിയാം ഏത് ട്രീറ്റ്മെൻ്റ് ആണ് അഡ്മിനിസ്റ്റർ ചെയ്യപ്പെടുന്നത്. Open label trials may be appropriate for comparing two similar treatments to determine which is most effective.
ഈ ഒരു ട്രയൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് രണ്ട് സിമിലർ ആയ ട്രീറ്റ്മെന്റിനെ കമ്പയർ ചെയ്യാനാണ്. ഇതിലെ ഏത് ട്രീറ്റ്മെന്റ് ആയിരിക്കും നല്ലത് എന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി വളരെ സിമിലർ ട്രീറ്റ്മെന്റ്സ് ആയിരിക്കും. ഈ രണ്ട് സിമിലർ ട്രീറ്റ്മെന്റ്സിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഓപ്പൺ ലേബൽ ക്ലിനിക്കൽ ട്രയൽ ഉപയോഗിക്കുന്നത്. So let's see in our picture. Open label clinical trial, patient is asking, what am I on, doctor? Doctor is saying XR229, the new drug. So here both the people are aware of which kind of treatment or what treatment the patient is receiving. So I hope from this small video you got clarification regarding the 3 types of clinical trial that is mostly seen in OET reading part C: double-blind clinical trial, blind clinical trial, and open-label clinical trial. For more informative videos like this, do follow Tejas Academy. Urappanu Vijayam.